ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിമ്പിൻ ജ്യൂസിനെ കുറിച്ചാണ്. കരിമ്പിൻ ജ്യൂസ് നമ്മുടെ ശരീരത്തിനെ എത്രത്തോളം, നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ എത്രത്തോളം സഹായിക്കുന്നു എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടത്തുള്ളൂ. കരിമ്പിൻ ജ്യൂസിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം കടുത്ത വേനലിൽ പോലും ദാഹം അകറ്റാൻ പറ്റിയ ഒന്നാണ് കരിമ്പിൻ ജ്യൂസ്. എന്നാൽ മറ്റ് ജ്യൂസുകളെ അപേക്ഷിച്ച് നമ്മൾ കരിമ്പിൻ ജ്യൂസിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഇത് എല്ലായിടത്തും എപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് ഒരു കാരണം, അതിൻ്റെ പ്രധാന കാരണം. നല്ല രുചിയും ക്ഷീണം അകറ്റാനും ഏറ്റവും ബെസ്റ്റാണ് കരിമ്പിൻ ജ്യൂസ്. ശുദ്ധമായ കരിമ്പിൻ നീരിന് ഔഷധ ഗുണം ഏറെയാണ്. അതുപോലെ തന്നെ കരൾ രോഗങ്ങളിൽ നിന്നും മഞ്ഞപ്പിത്ത ശമനത്തിനും ഒക്കെ കരിമ്പിൻ ജ്യൂസ് വളരെ നല്ലതാണ്. കരളിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കാൻ, അതുവഴി മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന ബിലിറൂബിൻ എന്ന പദാർത്ഥത്തിൻ്റെ ഉൽപ്പാദനം തടയാനും കരിമ്പിൻ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ പല അണുബാധകളും തടയാൻ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ യൂറിനറി ഇൻഫെക്ഷന്, ദഹന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊക്കെ നല്ലൊരു മെഡിസിനാണ് കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ ജ്യൂസ് മൂത്രക്കല്ലിനെ പൊട്ടിച്ച് കളയാൻ വരെ സഹായിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവ അലിഞ്ഞു പോകാനും ഇടയാക്കുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് പോലും കുടിക്കാൻ പറ്റിയ മധുരമുള്ള ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് ശരിയായ അളവിൽ നിലനിർത്താനും കരിമ്പിൻ ജ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അയൺ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ പല ധാതുക്കളുടെയും ഉറവിടമാണ് കരിമ്പിൻ ജ്യൂസ്. അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പോഷക നഷ്ടം കുറയ്ക്കാനും കരിമ്പിൻ ജ്യൂസ് നമ്മളെ സഹായിക്കുന്നു. നിർജ്ജലീകരണം മാറ്റാനും കരിമ്പിൻ ജ്യൂസ് വളരെ നല്ലതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരത്തിനെ കൂളാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ്. അതിനെ മറികടക്കാൻ മറ്റൊരു ജ്യൂസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നവരൊക്കെ അത് അവോയ്ഡ് ചെയ്യാതെ മാക്സിമം അത് കുടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിനെ കൂളാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.